ഹലോ, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. എന്നും ഞാനും അമ്മീസ് മാത്രമല്ലേ ഉണ്ടായാലുള്ളൂ. ഇന്ന് അമ്മക്ക് ലീവാണ്, അമ്മയുണ്ട്, പിന്നെ ഒരു ചേച്ചിയും കൂടി ഉണ്ട്. ചെറിയൊരു പണിക്ക് വന്നേ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് തുടങ്ങുകയാണ്. ഓക്കെ, ഇന്ന് കഴിക്കാൻ ദോശയും ചെറുപയറായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. ഒരാൾ നല്ല ഉറക്കമായിട്ടോ. എന്നാലും ഞാനോളും കൂടി രാത്രി ഓരോ സിനിമയെല്ലാം കണ്ടിട്ട് കിടന്നേ, അതുകൊണ്ട് എണീക്കുകയില്ല. ഇനി ഒരു 9 മണി 9:30 ആകാണ്ട് പ്രതീക്ഷിക്കുകയേ വേണ്ട. രതീഷ് എണീക്കൂ, രതീഷ് ഇങ്ങനെ ഉറങ്ങാമോ? രതീഷ് എണീക്കൂ. ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്താൻ പാടില്ല എന്നാ, ഉറങ്ങിക്കോട്ട്. ഷാം ഉച്ചക്കത്തേക്കുള്ള അരിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്യാസിൻ്റെ പ്രശ്നം വന്നേ പിന്നെ നമ്മൾ ഇതിനകത്ത് തന്നെയാണ് ചോറൊക്കെ വെക്കുന്നത്. ഈ 3 ഐറ്റംസാണ് മെയിനായിട്ട് വേണ്ടതല്ലോ. വെള്ളം അതിനകത്ത് തിളപ്പിക്കും, ചായ വെക്കും, പിന്നെ ചോറ് വെക്കാൻ വേറെ. ആമീസ് നല്ല മിടുക്കിയായിട്ട് പല്ലൊക്കെ തേക്കുന്ന കണ്ടോ നിങ്ങൾ ആരെങ്കിലും ഒറ്റക്ക് പല്ല് തേക്കുമോ? പക്ഷെ നമ്മൾ ആമി ഒറ്റക്ക് പല്ല് തേക്കുവേ. നോക്കട്ടെ എങ്ങനെ തേക്കുന്നത് നോക്കട്ടെ. കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ടോ, ഡ്രസ്സൊക്കെ മാറ്റി നല്ല സുന്ദരിയായി മേലൊക്കെ കഴുകിയിട്ടേ നമ്മൾ പല്ലൊക്കെ തേക്കൂളെ. അത് വേറെ കാര്യമുണ്ട്. നമ്മൾ ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്നറിയോ? ഈ മുടി ഒന്ന് കെട്ടൽ കേട്ടോ. അതിനൊരു യുദ്ധം തന്നെയായിരിക്കും. എന്തായാലും പല്ലൊക്കെ തേക്കട്ടെ. നമ്മൾ ഏറ്റവും വലിയ ടാസ്കിലേക്ക് കിടക്കുകയാണ് ഗൈസ്. നമ്മൾ ആമീസിന് മുടി കെട്ടാൻ പോവുകയാണ്. അയ്യോ, ആമീസിന്റെ കണ്ണ് കാണുന്നില്ലേ? അയ്യോ, കണ്ണെവിടെ പോയി? നമ്മളെ മുടിയൊക്കെ ഇത്ര എത്തി മക്കളെ അല്ലേ? നമ്മളെ സൂപ്പർ മുടിയാണ്. കെട്ടണ്ടേ ചെയ്യണ്ട ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ അല്ലേ? മുടിയെല്ലാം കെട്ടിട്ട് കാണാം കേട്ടാ. ആമീസ് മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രൂട്ടീഷ്യൻ ചെയ്യാൻ പോവാണ് അല്ലേ കുഞ്ഞു? എന്താ ചെയ്യാൻ പോകുന്നത്? ബ്രൂട്ടീഷ്യൻ ചെയ്തു കഴിഞ്ഞു. കണ്ണും കൂടി ചെയ്താലേ ബ്രൂട്ടീഷ്യൻ കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ? കണ്ണടച്ചോ. എങ്ങനെയുണ്ട് നോക്കിയാട്ടെ, കണ്ണു പറഞ്ഞേ. നമ്മള് ശുഞ്ചടിയായിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാം. നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. കട്ടൻ എടുത്തിട്ടുണ്ട്. കട്ടൻ ചെറുപയർ കറിയും ദോശയും കഴിക്കട്ടെ. പഞ്ചസാരയൊന്നുമില്ല ഇത് കൊടുക്കും. ഈ വൈക്കിളദ്യോ കഴിച്ചിട്ട് മുഖത്ത് എക്സ്പ്രഷനൊക്കെ അങ്ങ് മാറുന്നേ. താല്പര്യമില്ലാത്ത പോലെ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ മോഹം പിടിക്കാൻ പാടില്ല അല്ലേ? അപ്പം ശരി, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാട്ടോ. ബൈ പറഞ്ഞേ. ആമീസും ഉഷമ്മയും കൂടി ശ്രീജമ്മൻ്റെ വീട്ടിൽ പോയിട്ടോ. തയ്ച്ച് തുണി മേടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് പറഞ്ഞത് കീർത്തുവിനെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, മിക്കവാറും ഒന്ന് അഡ്മിറ്റ് ആക്കുമെന്ന്. ഉഷമ്മ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അപ്പോഴേക്കുമാണ് ആമീസ് പറഞ്ഞു ഞാൻ കളിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് അവൾ സ്ഥലം വിട്ടേ. പണിക്ക് ചേച്ചി ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? അപ്പോൾ ചേച്ചിക്ക് പകുതി സാധനങ്ങളും പിടിക്കൂല. അപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോഴേക്കും കർമ്മസേന വന്നായിരുന്നു. അവർക്ക് വേണ്ട പ്ലാസ്റ്റിക്കും ഈ പ്രാവശ്യം തുണിയായിട്ട് എടുക്കുന്നത് അതൊക്കെ കൊടുത്തു. അപ്പോഴേക്കും ഉഷമ്മ റെഡിയായിട്ട് പോകാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമുള്ള കുറച്ച് കറികളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയത്. ചമ്മന്തിയും പരിപ്പ് കറിയും തോരനും രാവിലത്തെ പുഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു. ഉച്ചവരെ പണിയെടുത്തിട്ടുള്ളൂ.
പകുതി മുക്കാൽ വൃത്തിയാക്കി ഇനി ബാക്കി നാളെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുക ചെയ്തത്. പിന്നെ ഞാനും ആമീസും മാത്രം ഒറ്റക്കായി. പിന്നെ അവൾ ഇങ്ങോട്ട് തിരിച്ചു കയറി വന്നു. പിന്നെ കൂടെ കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ. ഇത് സംഗീയുടെ ചേച്ചിയുടെ അനിയത്തിൻ്റെ ഒക്കെ മക്കളാണ്. അവരുടെ കൂടെയാണ് നേരത്തെ കളിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോയത്. അവിടുത്തെ കളി മതിയാക്കിയിട്ട് ലാസ്റ്റ് തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. പിന്നെ ഇവിടെയായി കുറേ സമയം കളി. ആ കുട്ടീൻ്റെ തലയെല്ലാം ഒടിഞ്ഞിപ്പോൾ റോട്ടിൽ വീഴട്ട്. എന്താ ഉറക്കം, എന്ത് ശാന്തമായ ഉറക്കം. ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറക്കുന്ന നോക്കിയേ. എവിടെ ഒരു മൈൻഡുമില്ല ഗൈസ്. ഒരാൾക്ക് വേറെ കറിയൊന്നും വേണ്ട, ചമ്മന്തി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ചമ്മന്തിയും കൂട്ടിയിട്ട് ചോറ് തിന്നു. കുറച്ച് പരിപ്പരി തരട്ടെ? തോരൻ, അച്ചാറ് എന്നാ കൂടെ തിന്നോ. പ്ലേറ്റ് കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല. അതാ ചോറ് ബാക്കിയുണ്ട് ഇനിയും. ഇത് പിന്നെ ആരാ തിന്നുവാ? ആ ഒന്നുകൂടി ഞാൻ കാണിച്ചിട്ട്. ഫുള്ള് തിന്നാണ്ട് ഇവിടുന്ന് എണീക്കാൻ പാടില്ല, വേഗം തിന്നോളുക. ആ അവൾ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പം ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാവേ. പയർ തോരൻ എടുത്തിട്ടുണ്ട്, ചമ്മന്തി, പിന്നെ പരിപ്പ് കറി, പിന്നെ ഒരു ബുൾസയും കൂടി. എല്ലാം കൂട്ടി തട്ടട്ടെ. രാവിലെ ചായ കുടിക്കുമ്പോൾ ഞാനും ആമീസും ഉഷമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും ആമീസും മാത്രമേ ഉള്ളൂ. ഉഷമ്മ ഹോസ്പിറ്റലിൽ എത്തുന്നേ ഉള്ളൂ. വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ് എത്തുന്നേ ഉള്ളൂ. ഇനി അവിടെ ചെന്നിട്ട് വേണം ഉഷമ്മക്ക് ഭക്ഷണമെല്ലാം കഴിക്കാൻ തോന്നും. നമ്മൾ മാത്രമായിട്ട് എന്തോ പോലെ ഗൈസ്. സാരമില്ല, നല്ലൊരു കാര്യത്തിനല്ലേ പോയിട്ടുള്ളേ. ഇനി കുഞ്ഞാവനെയൊക്കെ കൊണ്ട് വരട്ടെ. അപ്പോൾ ശരി, കഴിക്കുക കേട്ടോ. ചെറുങ്ങനെ മഴയൊക്കെ ഒന്ന് ചാറി കേട്ടോ. അപ്പോൾ ഞാനും ആമീസും കൂടി അടിച്ചു വാരാൻ വേണ്ടിയിട്ട് പോവാണ്. ഹായ് ഗൈസ്, ഹായ് ഗൈസ്, ഇവിടെ നോക്കൂ ഗൈസ്. ഫുള്ള് ഇലഞ്ഞിപ്പൂവ് കണ്ടോ ഗൈസ്? ഇതാണ് ഇലഞ്ഞിപ്പൂവ്, കണ്ടിട്ടുണ്ടോ? സ്റ്റെപ്പ് ഫുള്ളുണ്ട്. നമ്മൾ അടിച്ചു വരാൻ വേണ്ടി പോകുന്നത് കോവിലാട്ടോ. ആണ് കേട്ടോ നമ്മുടെ കോവിൽ. ഇവിടെ എല്ലാവരും മാറി മാറി അടിച്ചു വരും. എന്നാലും മെയിനായിട്ട് ഞാൻ തന്നെ ആയിട്ട് പഠിച്ചു വരുന്നേ. അപ്പം അടിച്ചു വരിയിട്ട് കാണാം. ഒരാൾ ഇലഞ്ഞിപ്പൂ ഓർക്കുക കേട്ടോ, നിറച്ചുണ്ട്, എല്ലായിടത്തും ഉണ്ട്, വീണ് കിടപ്പുണ്ട്. അപ്പോൾ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കട്ടെ. മഴയൊക്കെ പെയ്തുകൊണ്ട് കുറച്ച് ചെളിയൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊരു മണമെന്നറിയോ? കൊള്ളാം, സൂപ്പർ. പഠിച്ചൊക്കെ വാരി ഇനി വീട്ടിലേക്ക് പോവാവേ. ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയത് കേട്ടോ. കുറേ കാടൊക്കെ ഫുള്ള് പറിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നാളെ ഉണ്ട് പണിക്കാർ, കുറേയും കൂടെ പറിച്ച് വൃത്തിയാക്കാനുണ്ട്. എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ. ഒരാൾ സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടേ. ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നായിരുന്നു. എന്തുറക്കം. ഞാൻ കുറച്ച് സമയം ഒന്ന് കണ്ണടച്ച് പോയി. ഇനി എന്തൊക്കെ പരിപാടിയുണ്ട് നമുക്ക്? കുളിക്കണം, വിളക്കത്തിക്കണം, ചായ കുടിക്കണം. ഉഷമ്മയൊന്നും ഇല്ലല്ലോ, ആ ഓർമ്മ വേണം കേട്ടോ. ആമി കുളിച്ച് സുന്ദരിയായിട്ട് ഇതാ കോവിലിൽ പോകുന്നുണ്ട് കേട്ടോ. പൊക്കോട്ടോ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ വന്നോളൂ. ടാറ്റ. ആമി കുളിച്ച് സുന്ദരിയായിട്ട് കോവിലിൽ പോയി. ഞാനിപ്പോഴും എണ്ണാച്ചിലിക്കല്ലേ. സാരമില്ല, കുളിക്കാം. ചെറിയൊരു പണിയും കൂടിയുണ്ട്. കുറച്ച് സാമ്പാർ, ചെറിയൊരു പൊടി സാമ്പാർ വെക്കാനുള്ളൊരു പരിപാടിയുണ്ട്. അപ്പം അതും കൂടി ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം കുളിക്കാൻ. ഓക്കെ, ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. അണ്ണാച്ചിലൊക്കെ മാറിയില്ലേ, ഞാൻ സുന്ദരിയായില്ലേ. അമീസ് കോവിലിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കൊന്ന് കോവിലൊക്കെ പോയിട്ട് വരണം. എന്നിട്ട് വേണം നമുക്ക് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ സാമ്പാറിലൊരു താജ്മഹൽ പണിയും. ശരി, എന്നാൽ ഞാൻ പോയിട്ട് വരാവേ. ഞങ്ങൾ കോവിലിൽ പോയിട്ട് വന്നു. ഒരാൾ വന്നപാട് കളി തുടങ്ങി കേട്ടോ. ഗുളികന്
മുട്ടിയ തേങ്ങ കേട്ടോ. ഇനി ഇവിടുത്തെ വിളക്കെത്തിക്കട്ടെ. ഹലോ ഗായ്സ്, ഞാൻ സാമ്പാറിൽ താജ്മഹൽ തീർത്തു. എങ്ങനെയുണ്ട് എൻ്റെ സാമ്പാർ? കൊള്ളാമോ കൊള്ളാമോ കൊള്ളാമോ? എൻ്റെ സാമ്പാർ കൊള്ളാമോ? ഞങ്ങൾ കട്ടൻ ചായ കുടിക്കാൻ പോകുകയാണ്. ഇന്ന് മിച്ചറും പഴവും ഇത് രണ്ടും ഉള്ളൂ കേട്ടോ. കുടിച്ചേച്ചും വരാം. ഒരു പ്രധാന പണിയും കൂടി ബാക്കിയുണ്ടായിരുന്നു. നാളെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടാണ്. ഇതൊക്കെ ഒന്ന് അരച്ചെടുത്ത് സെറ്റാക്കി വെക്കാം കേട്ടോ. അരിയൊക്കെ അരച്ച് സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ലൂണ ബേബിക്കുള്ള ഫുഡ് കൊടുക്കാം. എൻ്റെ ബേബി ഇവിടെ നിന്ന് കളിയാ ഗൈസ്. ഇതെന്താ സാധനം? പഴത്തുല്ലിയാ? എൻ്റെ കളിക്കാൻ വേറെ ഒരു സാധനം കിട്ടിയിട്ടില്ല കൊച്ചിന്. കളിക്ക്. ലൂണൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകാൻ തുടങ്ങിയ പാട് നോക്കുമ്പോൾ നല്ല മഴ കേട്ടോ. മഴയാണ്, മഴ കുട. ഇപ്പൊ തരാടാ. സാമ്പാർ ആയപ്പോൾ തൊട്ടിട്ട് ചോറ് തരുമോ എന്ന് ചോദിച്ച ഒരാളാട്ടാ. വേഗം സാമ്പാറും കൂടി ചോറ് തിന്നണേ, ഫുള്ള് തിന്നണേ. ഹായ്, എൻ്റെ ആമീസ് ഇതാ ഫുഡ് കംപ്ലീറ്റ് ആക്കി. സൂപ്പർ. മുരിങ്ങ കായിൻ്റെ കോല് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം അപ്പം സൂപ്പർ. 2 മണിക്കൂർ ലൈവൊക്കെ ഇട്ടു. പിന്നെ വേറെ ലൈവിൽ കുറച്ച് സമയം കയറി. അങ്ങനെ സമയം കുറേ അങ്ങോട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് സംഖ്യേട്ടൻ വന്നായിരുന്നു കേട്ടോ. സംഖ്യേട്ടൻ വന്നു, ഷവർമ്മയൊക്കെ കൊണ്ടുതന്നു. അതൊക്കെ കഴിച്ചു. ആമീസ് ഉറങ്ങി. ഇനിയിപ്പോൾ കുറച്ച് 2-3 പണിയും കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ.